നമ്മുടെ ലോകത്തുള്ള വണ്ടികൾ മുഴുവൻ ഹൈഡ്രജൻ എഞ്ചിനിലോട്ട് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രൈമറി ഇമ്പാക്ട് വേൾഡ് വൈഡ് കാർബൺ എമിഷൻ വലിയ രീതിയിൽ കുറയും. ബിക്കോസ് ഹൈഡ്രജൻ എഞ്ചിൻ പുറത്തു വിടുന്നത് കുറച്ച് വെള്ളവും ചൂടും മാത്രമാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ എർത്തിന്റെ ക്ലൈമറ്റ് വളരെ നല്ല രീതിയിൽ ചേഞ്ച് ആവും. എന്നാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 1 കിലോഗ്രാം ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏകദേശം 10-25 ലിറ്ററോളം വെള്ളം വേണം. അതായത് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാൻ വേണ്ടുന്നതിനേക്കാളും വെള്ളം ലോകത്തെ മുഴുവൻ വണ്ടികൾക്കും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരും. മറ്റൊരു വലിയ പ്രശ്നമാണ് ഹൈഡ്രജന്റെ സ്റ്റോറേജ്. ഏറ്റവും ചെറിയ എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ ബോഡിയിലൂടെ തന്നെ ചെറിയ രീതിയിൽ ലീക്ക് ആവും. മാത്രമല്ല ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലേമബിളും ആണ്. ഹൈഡ്രജന്റെ ലീക്കേജ് അറ്റ്മോസ്ഫിയറിലെ മീഥെയിന്റെ അളവ് കൂട്ടും. ഇത് ചെറിയ രീതിയിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. പക്ഷേ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന അത്രയൊന്നും വരത്തില്ല. ഇനി ഹൈഡ്രജൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിലും കാര്യമുണ്ട്. ഇന്ന് ലോകത്തെ 95% ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്ത് തന്നെയാണ്. ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കാർബൺ എമിഷൻ ഒരിക്കലും കുറയുകയില്ല. സോ നമ്മൾ കംപ്ലീറ്റ്ലി ഗ്രീൻ ഹൈഡ്രജൻ തന്നെ യൂസ് ചെയ്യണം. ഒറ്റയടിക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ അല്ല. ബട്ട് ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക.